ഇന്ന് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് കീഴടങ്ങും. ഓട്ടമോടി ഇപ്പോൾ നേരെ തിരിച്ച് കേരളത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. പൊള്ളാച്ചിയിലേക്കാണ് ആ ഓട്ടം ഓടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു ഷൈൻ്റെ ഓട്ടത്തെക്കുറിച്ചും എസ്കേപ്പിസത്തിനെ കുറിച്ചും ഒക്കെ. കാരണം പോലീസ് ആ ഒരു ഹോട്ടലിൽ ഷൈനെ പിടികൂടാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വാർത്ത കിട്ടിയതിനനുസരിച്ച് പോലീസ് ഇന്നലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ റൂമിൽ ചെല്ലുകയും ഷൈൻ അവിടുന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. ആ ഓട്ടോ ഓടിച്ചെന്ന് നിന്നത് പൊള്ളാച്ചിയിലാണ്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വന്നേ പറ്റൂ, വരുത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെ പോലീസ് ഷൈൻ്റെ വീട്ടിൽ ഷൈനെ തിരക്കി ചെന്നിരുന്നു. കാരണം അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ. എന്നാൽ പിതാവ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈൻ ഇന്ന് പോലീസിന് കീഴടങ്ങും എന്നുള്ളൊരു വാർത്തയാണ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിക്ക് എറണാകുളം ടൗൺ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണം എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ പോലീസ് ഷൈൻ്റെ വീട്ടിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയോടെ ഷൈൻ നോർത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തും. ഏകദേശം 32 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലി തന്നെ പോലീസ് സ്റ്റേഷനിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷൈൻ വരാൻ കാത്തിരിക്കുകയാണ് ഇതിൽ ഓരോന്ന് പോലീസുകാർ ചോദിക്കാൻ. കാരണം അതിലെ പ്രധാനപ്പെട്ടത് എന്തിനാണ് പോലീസ് വന്നപ്പോൾ ഇറങ്ങി ഓടിയത്, ഇത്തരത്തിൽ ഒരു ലഹരി അല്ലെങ്കിൽ ലഹരി അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഹോട്ടൽ റൂമിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു വാർത്തയുടെ കിട്ടിയ വിശദാംശങ്ങളുടെ അന്വേഷണത്തിലാണ് പോലീസുകാർ അവിടെ എത്തിയത്. എന്നാൽ ആ സമയത്ത് ഷൈൻ എന്തിനാണ് അവിടുന്ന് ഇറങ്ങി ഓടിയത് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൽ ഇഴകേറി തന്നെ അവർ പരിശോധിക്കും. ഷൈനെ ഇന്ന് വെള്ളം കുടിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു സംശയം ബാക്കി നിൽക്കുകയാണ്. ഷൈന് നന്നായിട്ട് അറിയാം എങ്ങനെ ചോദ്യങ്ങളെ നേരിടണമെന്ന്, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കൃത്യമായ ഒരു ഷൈൻ അറിയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലും ചോദിക്കുന്ന ആങ്കറിനെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിൽ തിരിച്ച് പ്രയോഗിക്കത്തക്ക രീതിയിലുള്ള വാക്ചാതുര്യം ഷൈന് പലപ്പോഴും ഉണ്ട്. ചോദിക്കുന്നതിനല്ല ആൻസർ. എന്നാൽ പോലീസിൻ്റെ ചോദ്യത്തിൽ എങ്ങനെ ഷൈൻ അതുമായിട്ട് യോജിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഷൈൻ്റെ വാക്ചാതുര്യം പോലീസിൻ്റെ അടുത്തും ഇത്തരത്തിൽ പ്രയോഗിക്കുമോ എന്നുള്ളതും അറിയില്ല. കാരണം ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് പോലീസിന് തെളിവ് കിട്ടിയിട്ടില്ല, കേസുകളില്ല. അങ്ങനെയെങ്കിൽ ഇത് എത്രമാത്രം കേസ് മുൻപോട്ട് പോകുമെന്നുള്ളത് അറിയത്തില്ല. കാരണം പണ്ട് 2015 ഇത്തരത്തിലുള്ള ലഹരി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുമായിട്ട് വന്നപ്പോൾ അന്നും ഷൈൻ തടിയൂരുകയാണ് ചെയ്തത്. 1 മാസം മുമ്പ് ഇത്തരത്തിലൊരു കേസിനെ ആസ്പദമാക്കി ഷൈൻ്റെ പേര് പരാമർശിച്ചപ്പോഴും ഷൈൻ അതിൽ നിന്നും തലയൂരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോടതിയിൽ കേസാണ്. പക്ഷെ ഇതും അതുപോലെ തന്നെയാണ്. ഷൈൻ അറിയാം ഇത് കൈയോടെ പൊക്കിയാൽ തന്നെ ഒരു പക്ഷേ ഷൈൻ അത് ഉപയോഗിച്ചിരിക്കാം, ഡ്രഗ് ഉപയോഗിച്ചിരിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ പോലീസ് ചെക്കിങ്ങിന് വന്നു കഴിഞ്ഞാൽ തന്നെ കൈയോട് പൊക്കിയാൽ അതോടെ പെട്ടു എന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി അത് അറിവും ബോധവും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഷൈൻ അവിടുന്ന് ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസുകാർക്ക് നിലവിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഷൈനിന് വേഗം തടി ഊരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലുള്ള 32 ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യത്തിലാണ് നിൽക്കുന്നത്. ഈ 32 ചോദ്യങ്ങൾക്കും ഇടയിൽ ഷൈൻ്റെ ഉത്തരങ്ങളിൽ ഇരിക്കുകയാണ് ഷൈന് മുൻപോട്ടുള്ള കേസും അല്ലെങ്കിൽ ഷൈനെ കസ്റ്റഡി എടുക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. ഈ 32 ചോദ്യങ്ങൾക്കും ഷൈൻ കൃത്യമായ മറുപടി നൽകുകയാണെന്നുണ്ടെങ്കിൽ ഷൈൻ രക്ഷപ്പെടും. ഒരു പക്ഷേ ഈ ചോദ്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഷൈൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷൈൻ ഇതിന് പുഷ്പം പോലെ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഇത് വീഡിയോ ഉൾപ്പെടെയാണ് ചിത്രീകരിച്ച് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് ഈ ഒരു പരിശോധനകളും ഷൈനെ കുടുക്കാനും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ എത്രമാത്രം പോലീസിന് സക്സസ് ആവും എന്നുള്ളത് കണ്ടറിയാം. ഷൈൻ്റെ ബുദ്ധി നമുക്കറിയാം, ഷൈൻ്റെ വാക്ചാതുര്യങ്ങൾ നമുക്കറിയാം, എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും അറിയാം. കാരണം 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. ഒരു പക്ഷേ ആ ഒരു ലഹരി അപ്പോൾ ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് സാമ്പിളിലോ മറ്റും എത്രമാത്രം അതിൻ്റെ ആസ്പെക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ശേഷിപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് അതിൻ്റെ പരിശോധനയിലും ചിലപ്പോൾ കൃത്യമായി കിട്ടിയെന്ന് വരില്ല. അതിന് മറ്റെന്തെങ്കിലും മറുക്രിയകൾ ഷൈൻ ഇതിനിടയിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങൾ ഷൈൻ തേടിയിട്ടുണ്ടോ ഒന്നും തന്നെ അറിയില്ല. കാരണം എല്ലാം പ്രിപ്പയർ ആയിട്ടായിരിക്കും ഷൈൻ പോലീസിലേക്ക് വരുന്നത്, പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്. കാരണം ഇന്നലെ പിതാവിൻ്റെ ആ ഒരു മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ
തന്നെ അല്ലെ മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങളിൽ തന്നെ വലിയ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. എൻ്റെ മകൻ വരും, പോലീസിന്റെ അന്വേഷണവുമായി യോജിക്കും, എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ അത് നേരിടും, അമ്മ താരസംഘടന എന്താണോ പറയുന്നത് അതുമായി ഞങ്ങൾ യോജിക്കും എന്നൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് നൽകിയത്. അപ്പോൾ അവർ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ എന്തൊക്കെയോ അതുമായിട്ട് സഹകരിക്കത്തക്ക രീതിയിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ അല്ലെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വക്കീലും മറ്റാരും ബന്ധുക്കാരോ ഒന്നുമില്ല, ചിലപ്പോൾ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുമായിട്ടായിരിക്കും അവൻ വരുന്നത് എന്നുള്ളത് പിതാവ് ഇന്നലെ പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് ഇപ്പോൾ നിലവിൽ ഷൈൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, നേരത്തെ ഉള്ള ലഹരി സംബന്ധമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ അഡ്വക്കേറ്റ് തന്നെയാണ് ഷൈൻ്റെ ഭാഗം വാദിച്ചത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ സാധ്യത കുറവാണ്. എന്നാലും എടുക്കുവാണെങ്കിൽ നിലവിലുള്ള അഡ്വക്കേറ്റ് തന്നെയായിരിക്കും ഷൈനിന് വേണ്ടി ഹാജരാകുന്നത്. മാത്രമല്ല പോലീസിന്റെ ഈ ഒരു ചോദ്യങ്ങളിൽ ഷൈൻ രക്ഷപ്പെടുകയാണെങ്കിൽ ഇത് തീർത്തും ഈ പറഞ്ഞതുപോലെ കൊട്ടിഘോഷിച്ചത് വെറുതെയാവും, വിഫലമാവും, വീണ്ടും തണുത്തുറഞ്ഞ് ഷൈൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ സിനിമാ ലോകത്ത് തന്നെ നിലനിൽക്കും. ഇനി അമ്മ താരസംഘടനയും അതേപോലെ തന്നെ ഫിലിം ചേംബറും അതേപോലെ തന്നെ മറ്റുള്ള സംഘടനകളും ഏത് രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിലായിരിക്കും ഇനി ഷൈൻ്റെ ഭാവിയും. പക്ഷേ ഈ ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും 50% ചാൻസ് മാത്രമേ ഉള്ളൂ ഷൈനെ പിടികൂടാൻ. മറ്റുള്ള കേസുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഷൈനെതിരെയുള്ള കേസുകളോ ഒന്നും തന്നെ നിലവിൽ പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം സക്സസ് ആവും എന്നുള്ളതും അറിയില്ല. എന്തായാലും നിലവിൽ ഇന്ന് 3 മണിയോടെ ഷൈൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അന്വേഷണത്തോടെ സഹകരിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഷൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട നടി വിൻസിയുടെ പരാതിയിലാണ് ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണത്തിന് വേണ്ടി അമ്മ സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഷൈൻ്റെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ അമ്മ സംഘടനയ്ക്ക് വേണ്ടുന്ന വിശദീകരണം ഷൈൻ നൽകേണ്ടിയിരിക്കുന്നു. അതിനുശേഷമേ സംഘടന ഷൈനെതിരെ എന്ത് നടപടി എടുക്കുമെന്നുള്ളത് അറിയാൻ പറ്റൂ. ഏതായാലും നിലവിലുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഷൈൻ്റെ ഭാവി തുലാസിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഷൈന് അതിന് സാമർഥ്യമുണ്ട്. ആ സാമർഥ്യമാണ് ആ ഓട്ടത്തിൽ കാണിച്ചത്. ഒരു പക്ഷേ ആ ഓടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഷൈനെ കൃത്യമായ തെളിവുകളോടെ ഒരു പക്ഷേ പോലീസിന് എടുക്കാമായിരുന്നു. മാത്രമല്ല ഈ ഒരു ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു ഫോൺ കോളുകൾ ഉൾപ്പെടെ നിരവധി ഫോൺ കോളുകൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് ചെയ്തിട്ടുള്ള ഫോൺ കോളുകൾ, എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഹോട്ടൽ റൂമുകൾ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം പോലീസ് ശേഖരിച്ചതിന് ശേഷമാണ് ഈ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പോലീസ് ഒരു വല കുടുക്കിയിരിക്കുന്നു, ചെലന്തി വല തന്നെ നെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ അതിൽ പെട്ടുപോയ ഷൈന് ഒരു പക്ഷേ വലിയൊരു കുടുക്ക് തന്നെയായിരിക്കും പോലീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കുറച്ചുകൂടി സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ അന്വേഷണം ഊർജിതമാക്കിയാണ്. ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിനുശേഷം അവരിലേക്ക് ഈ ഒരു അന്വേഷണങ്ങൾ നീളാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് പൃഥ്വിരാജിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘത്തേക്ക് പിടികൂടിയിരുന്നു. ഏകദേശം 85 ലക്ഷം രൂപയുടെ ലഹരി കടത്തായിരുന്നു അന്ന് പിടിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ ഒന്ന് തേഞ്ഞു മാഞ്ഞു പോയി. അങ്ങനെയെങ്കിൽ ഏതൊക്കെ താരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ, എന്തൊക്കെ ഇതുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന നേരത്തെയുള്ള കേസുകൾ, ഇതെല്ലാം പോലീസ് തികഞ്ഞു പിടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റുള്ള താരങ്ങളെയും ഇപ്പോൾ ഉടനെ തന്നെ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കും. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ നമുക്കറിയാൻ പറ്റും സിനിമാ ലോകത്തെ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ നിര തന്നെ.